ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോ സ്വാഗതം. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ CS മാച്ചിലെ കുറച്ച് ഹൈഡ് ആൻഡ് പ്ലേസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കൽഗാര മാപ്പൊക്കെ നമ്മുടെ CS റാങ്കിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഹൈഡ് ആൻഡ് പ്ലേസ് ടിപ്സ് ആൻഡ് ബഗ്സിനൊക്കെ പറ്റിയൊരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് ഹൈഡ് ആൻഡ് പ്ലേസ് ടിപ്സ് ആൻഡ് ബഗ്സിനൊക്കെ പറ്റിയ വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ കൂടുതലായിട്ടും ചെയ്യാറ്. അതൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്ത് ബെൽ ബട്ടൺ ഓളൊന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പോഴത്തേക്ക് നോട്ട്സ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്പോട്ടിന് നമുക്ക് ആവശ്യമുള്ള ഗ്ലൂകളോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഈ ഒരു സ്പോട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു തോണി കപ്പൽ എന്തോ ഒരു മറിഞ്ഞ് കിടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഈ ഒരു ഐറ്റം പ്ലേസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കയറുന്നപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു കട്ടുണ്ടല്ലോ, ഇവിടെ പൊളിഞ്ഞ് കിടക്കുന്ന എന്തൊരു പലകയൊക്കെ അതിൻ്റെ മേലോട്ട് ജസ്റ്റ് ജമ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് വന്ന് നിങ്ങൾക്ക് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡിലൂടെ അതുപോലെ തന്നെ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ അടിക്കാൻ വരുന്ന എനിമീസൊക്കെ ഉണ്ടല്ലോ, അവരേനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കില്ലും കാര്യങ്ങളൊക്കെ എടുത്ത് ബോയും വിറ്ററും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ മേലിനായിട്ട് നൈസായിട്ട് ചാടിയിട്ട് നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെ കാണാനും പറ്റില്ല, പെട്ടെന്ന് തന്നെ ഗ്ലൂവാൾ കല്ലിട്ട് കവർ എടുത്തിട്ട് നമ്മളെങ്ങനെ പറയുന്നത് കുത്തിപ്പിടിച്ച് നോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളും കളിക്കാൻ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഇല്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. ആ നേരത്തെ തന്നെ വേറൊരുത്തിനും വളർന്നു അവർ തന്നെ കാണാൻ പറ്റുന്നില്ല, അവന്മാരെയും നമുക്ക് വേഗം അടിക്കണം എന്നൊക്കെ ലെവലിലാണ്. അപ്പോൾ ആ ഒരു പെണ്ണുമ്പിള്ള എടുത്തിട്ട് നമ്മൾ ചാടി ചെയ്തിട്ട് ആ പെണ്ണിന് നൈസായിട്ട് നോക്ക് ചെയ്തിട്ടുണ്ട്. അവളെ നോക്കി ഞാനും നോക്കാം ഗൈസ്, എന്തൊരു അവസ്ഥ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതേപോലെ നിങ്ങളും കളിക്കരുത്, നിങ്ങൾക്ക് നല്ല രീതിക്ക് ഇല്ലും കാര്യങ്ങളും പോയും വിറ്ററും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒന്നാമത്തെ ഹൈഡ് ആൻഡ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മൾ അടുത്ത ഹൈഡ് ആൻഡ് പ്ലേസ് എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്പോട്ടിൽ നമുക്ക് ആവശ്യമുള്ള ഒരു 2 ഗ്ലൂകൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ഞാൻ മുന്നത്തെ ഒരു വീട്ടിൽ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഓർമ്മ BR റാങ്കിലായിട്ട് ഈ ഒരു ഹൈഡ് ആൻഡ് പ്ലേസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ ഇത് നമുക്ക് CS റാങ്കിലും BRലും ഉൾപ്പെടുത്താൻ പറ്റിയ ഹൈഡ് ആൻഡ് പ്ലേസും കൂടി ഈ ഒരു ഹൈഡ് ആൻഡ് പ്ലേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ കരുതുന്ന പോലെ നിങ്ങൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് നിങ്ങൾ 2 ഗ്ലൂകളോട് ഈ ഒരു വീടിൻ്റെ ഏറ്റവും ഫ്ലോറിൽ ചെന്നിട്ട്, അതായത് ഏറ്റവും മേലെ ചെന്നിട്ട് നിങ്ങൾ 2 ഗ്ലൂ ഇട്ട് ഇതേപോലെ ഞാൻ ജമ്പ് ചെയ്ത പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഇതേപോലെ ജമ്പ് ചെയ്ത് നിങ്ങൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിൽ തന്നെ എനിക്ക് ഇവിടെ കടക്കാനും ഇരിക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കാൻ ഇവിടെ നിന്ന് മൊത്തം വ്യൂവും കാര്യങ്ങളും കാണാനും പറ്റും. നിങ്ങൾക്ക് എനിമീസിനാണെങ്കിൽ പെട്ടെന്ന് തന്നെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഹൈറ്റിലായതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ഹൈറ്റ് അഡ്വാൻറ്റേജും ഉണ്ട്, കാരണം നമുക്ക് നല്ല രീതിയിൽ കില്ലും കാര്യങ്ങളും എടുക്കാൻ പറ്റും. ഹൈറ്റിലായതുകൊണ്ട് തന്നെ നമുക്ക് ഹെഡ്ഷോട്ട് കില്ല് കൂടുതലായിട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത്തെ ഐഡം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐഡം പ്ലേസ് അറിയാവുന്നവരുണ്ട് ഇപ്പോൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതായിട്ട് നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക, ചിലപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിക്കുക. ചാനൽ സബ് ചെയ്യാത്തവരുടെ നമ്മുടെ ചാനലോട്ട് സബ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഏതായാലും ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മൾ അടുത്ത സ്പോട്ട് എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്പോട്ട് വന്നിരുന്നത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലാണ്. അത് നമ്മുടെ തോണി കയറി കപ്പല തോണി, അതിൻ്റെ പേരിന് കറക്റ്റായിട്ട് അറിയില്ല, ടൈറ്റാനിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു ഭാഗത്തായിട്ടാണ് വന്നിരിക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ ഈ ഒരു സെക്കൻഡ് ഫ്ലോറിൽ വന്നിട്ട് ഞാൻ പോകുന്ന ഈ ഒരു ഭാഗത്ത് ഈ പൊസിഷനിൽ കൂടെ നിങ്ങൾ ഓടാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു പക്കത്ത് കൂടെ പോയിട്ട് നിങ്ങൾ ഈ ഒരു ആംഗിളായിട്ട് വന്ന് ഇരിക്കാൻ എനിക്ക് താഴത്ത് കൂടെ ഒക്കെ വരുന്ന എനിമീസൊക്കെ ഉണ്ടല്ലോ, അത് ഈ ഡോറിലൂടെ ഒക്കെ കുറേ എനിമീസ് വന്ന് ഓടി കയറാറുണ്ടാവും. അവരെയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇനി ഇപ്പോൾ ഡ്രോപ്പ് നമ്മൾ കാണാതെ അവർ വന്ന് ഇടിക്കുകയാണെങ്കിൽ അവരെ നിങ്ങൾക്ക് കില്ലെടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. അവരാണ് നമ്മളെ കാണത്തില്ല, നമുക്ക് അവരെ പെട്ടെന്ന് അടിച്ച് കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. നമ്മൾ ഹൈറ്റിലായതുകൊണ്ട് ആരും ഇങ്ങോട്ട് ശ്രദ്ധിക്കാത്ത, ഇപ്പോൾ നിങ്ങൾ കളിക്കുന്ന സമയത്ത് നിങ്ങൾ പോലും ഇങ്ങോട്ട് ശ്രദ്ധിക്കാറുണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പോട്ട് അറിയാവുന്നവരുടെ ഇപ്പോൾ നിന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ഹൈഡ് ആൻഡ് പ്ലേസ് എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ നാലാമത്തെ സ്പോട്ടിന് നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യം നമുക്ക് ലോങ് അടിക്കാൻ പറ്റിയൊരു ഗണ്ണ് മാത്രമുള്ള ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ കറക്റ്റ് ഈ ഒരു ഭാഗത്തുണ്ട്, നിങ്ങൾ വെള്ളൊരു ടാങ്ക് എന്തോ ഉണ്ടല്ലോ അതിൻ്റെ മേലോട്ട് ജസ്റ്റ് നിങ്ങൾ കയറിയിരിക്കാൻ എനിക്ക് ഈ സൈഡിലൂടെ ലെഫ്റ്റിലൂടെ റൈറ്റിലൂടെ റൈസ് ചെയ്ത് തരുന്ന എനിമീസ് ഉണ്ടാവും. അവരെ എനിക്ക് ഇവിടെ നീച്ചുന്നുണ്ട് അടിക്കാൻ പറ്റും. നിങ്ങൾ സ്കോപ്പുള്ള ഒരു ഗണ്ണ് ഉപയോഗിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇത് അത്യാവശ്യം ലോങ് അടിക്കാൻ പറ്റിയൊരു ഗണ്ണ്. ഇപ്പോൾ സ്നൈപ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് കില്ലെടുക്കാൻ വേഗം നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് നല്ല രീതിക്ക് കില്ലും കാര്യമൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയും. അപ്പോൾ ഞാൻ അതിനടുത്ത് നല്ല രീതിക്ക് ഡാമേജും കയറിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കണമെങ്കിൽ ആ ടീമിൽ ടോട്ടൽ 3 പേരായിട്ട് ലൈവ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പാർട്ണറാണെങ്കിൽ അവർ നോക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ടീമിൽ ഇനി ഒരു 2 പേരായിട്ടുള്ള ലൈവ് ഗൈസ്, അവർ റിവൈവ് ആവുന്നുണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മുടെ പാർട്ണർ അടിച്ചാൽ നമ്മൾ നൈസിനെ നോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളും കളിക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് നരുതി കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹൈഡ് ആൻഡ് പ്ലേസ് അറിയാവുന്നവരുടെ ഇപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾക്ക് BRലെ CS ഇതിലെ ക്യാരക്ടർ സ്കില്ലിനൊക്കെ വീട്ടിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മൾ അടുത്ത സ്പോട്ട് എവിടെയാണ് നോക്കാം.
അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ സ്പോട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഭാഗത്തായി. അപ്പോൾ ഇവിടെയുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഇവിടെ ഒരു കട്ട എന്തോ പൊളിഞ്ഞായിട്ടുള്ളൊരു മതിലൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ മേലോട്ട് ജസ്റ്റ് നിങ്ങൾ ആദ്യം കയറി ഇവിടെ ചെറുതുള്ളത്. ഇപ്പം നിങ്ങൾ രണ്ടാമത് കിടക്കുന്ന ഈ ഒരു വലിയ മതിലിൻ്റെ മേലോട്ടും കയറി എനിക്ക് ഇവിടെ നിന്നിട്ടാണെങ്കിൽ ആ ഭാഗത്തൊക്കെ കുറേ എനിമീസ് ഒന്നും നിൽക്കാറുണ്ട്. അവരെനിക്ക് ഇതേപോലെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റില്ല. എനിക്ക് കില്ല് കിട്ടിയില്ല, ഞാൻ ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളും കളിക്കുന്നത് നിങ്ങൾക്ക് കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. എനിമീസ് നമ്മളെ ശ്രദ്ധിക്കത്തില്ല, അവരെ നമുക്ക് അടിക്കാനും പറ്റിയൊരു സ്പോട്ട് കൂടെയാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ചാടുന്ന സമയത്ത് ശ്രദ്ധിക്കുക, എന്നാൽ നിങ്ങൾക്ക് നേരങ്ങത്തിൽ ഇതിൻ്റെ മേലോട്ട് എത്താൻ പറ്റുന്നതായിരിക്കും. നേരെ രീതിക്ക് ചാടുന്നുണ്ടെങ്കിൽ നേരെ ചൊവ്വ ഇതിൻ്റെ മേലോട്ട് എത്താൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ മരുന്നിട്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ അഞ്ചാമത്തെ ഐറ്റം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ചാനൽ സബ് ചെയ്ത് ബെൽ ബട്ടൺ ഓടുന്ന അമർത്തുകയാണെങ്കിൽ ഞാനെടുത്ത ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളുടെയൊക്കെ നോട്ടീസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, ക്ഷമിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ ശരിയാക്കാം.